നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ വലിയ മെത്രാപ്പോലീത്തായും മെത്രാപ്പോലീത്താമാരും എല്ലാവരും സന്നിഹിതരായിട്ടുള്ള ഈ സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കുന്ന അഭിവന്യ ജോസഫ് മാർ ബാർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, അഭിവന്യ മെത്രാപ്പോലീത്തമാരെ, എപ്പിസ്കോപ്പമാരെ, എന്നെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ച മാർത്തോമാ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് അഭിവന്യ ഐസക് മാർ പീലിക്സ്തീനോസ് എപ്പിസ്കോപ്പ, സെക്രട്ടറി പ്രിയ ബഹുമാനപ്പെട്ട എബി കെ ജോഷുവ അച്ഛ, കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അഭിവന്യ സഫ്രഗൻ മെത്രാപ്പോലീത്ത പറഞ്ഞതുപോലെ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടുകൂടെയാണ് വളരെയേറെ ഞാൻ കേട്ടിട്ടുള്ള, പത്രങ്ങളിൽ വായിച്ചിട്ടുള്ള ഈ മാരാമണ്ണിൻ്റെ മണ്ണിൽ ഞാൻ കാലുകുത്തിയത്. ഈ ഓലമേഞ്ഞ ഈ പുരയിൽ വേർത്തൊഴുകി പ്രാർത്ഥിച്ച് വചനത്തിൻ്റെ സബരിയിലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. തൃശ്ശൂരിലെ എൻ്റെ മാർത്തോമാ സഭയുമായിട്ടുള്ള ബന്ധം ഒരു അയൽപ്പക്ക സതീർത്ഥ്യ ബന്ധമാണ്. തൃശ്ശൂർ മാർത്തോമ എബനേസർ പള്ളിയുടെ അയൽവാസിയായിട്ട്, അയൽപ്പക്ക കുടുംബമായിട്ട് വളർന്ന ഒരു പയ്യനാണ് ഞാൻ. സതീർത്ഥ്യ ബന്ധമെന്ന് പറയാൻ കാരണം, ഞങ്ങളുടെ ആ പള്ളിയിലെ പ്രിയപ്പെട്ട വികാരിച്ചനായ പി അലക്സാണ്ടർ അച്ഛൻ്റെ മകൻ റിനോഷ് എൻ്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് കുഞ്ഞുനാളിൽ ആ പള്ളിമേടയിലും പാസ്റ്റനേജിലുമൊക്കെ കളിച്ച് നടന്ന ഒരു അനുഭവമാണ് എനിക്ക് മാർത്തോമാ സഭ എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിലുള്ളത്. ഇന്ന് ഞങ്ങളുടെ മെത്രാസന മന്ദിരവും ഈ ദേവാലയവും അയൽപ്പക്കക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാജു ചാക്കോ അച്ഛനോടൊപ്പം ആ ബന്ധം ഞാൻ തുടർന്നു വരികയാണ്. വലിയ സന്തോഷമുണ്ട്. ഈ സഭയുടെ വലിയ ഒരു പാരമ്പര്യത്തിൻ്റെ ചുവട് പിടിച്ച് ഇന്ന് നിങ്ങളോടൊപ്പം ഈ സമ്മേളനത്തിലായിരിക്കാൻ. ഇവിടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഞാൻ കോരിത്തരിച്ചു പോയി. ഒരു മുറുക്കാൻ വിപ്ലവം നടന്ന കഥ ഇവിടെ വായിക്കുകയുണ്ടായി. ഈ മണ്ണിൽ തങ്ങളുടെ മുണ്ടിൻ്റെ കുത്തിലുള്ള മുറുക്കാൻ പൂഴ്ത്തി അങ്ങനെ ലഹരി അവസാനിപ്പിച്ചത് ഒരുപക്ഷെ നമ്മളുടെ ധ്യാനകേന്ദ്രങ്ങളും കൺവെൻഷനുകളുമൊക്കെ പലപ്പോഴും ഈ ലോകത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായിട്ട് ചിലർ എടുക്കുമ്പോൾ, ഈ ലോകത്തിലെ വെല്ലുവിളികളെ ഏറ്റെടുത്ത് അവയോട് പ്രതികരിക്കുന്ന ഒരു കൺവെൻഷനായിട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മാരാമൺ കൺവെൻഷൻ മാറിയിരുന്നു എന്നുള്ളത് എത്രയോ വലിയ ദൈവ പരിപാലനയാണ്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഈ ദൈവവചന ശുശ്രൂഷ, കൺവെൻഷൻ ടോക്ക് എന്ന് പറയുന്നത് ഒരു ധ്യാന ചിന്തയിലും ഒരു വചന ഉത്സവത്തിലും അവസാനിക്കുന്നതല്ല. അത് നമ്മളുടെ സഭാജീവിതമായിട്ടും നമ്മുടെ അജപാലന ശുശ്രൂഷയുമായിട്ടും സഭാപ്രവർത്തനവുമൊക്കെയായി മാറുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് ഇവിടെ വായിച്ച റിപ്പോർട്ടിൽ എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഓർത്തത്, എനിക്ക് മാർത്തോമാ സഭയുമായിട്ട് വേറൊരു ബന്ധം കൂടെയുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുക്കുമ്പോൾ
ഏതാണ്ടൊരു 10-15 വർഷമായിട്ട് ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ലഹരി വിമോചന പ്രസ്ഥാനമായി നടത്തുന്ന ഒരു ഷാജി സാറുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം നടത്തുന്ന ലഹരി വിരുദ്ധ വിമോചന പ്രവർത്തനങ്ങളിൽ ഞാനും പലപ്പോഴും ഒരു അച്ഛനെന്ന നിലയിൽ പങ്കുചേർന്നിട്ടുണ്ട്, കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. മാർത്തോമാ സഭയിലെ ഒരു സഹോദരനാണ് അദ്ദേഹം. ഇന്ന് ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഞാൻ സഫ്രഗൻ തിരുമേനിയോട് ചോദിച്ചു, ഒരുപക്ഷെ അദ്ദേഹവും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരിക്കും എന്ന്. കൂടുതൽ വിശദാംശങ്ങളൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ അതിരൂപതയുടെ വിവിധ ഇടവകകളിൽ, വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഏരിയ, ഒരു മലയോര പ്രദേശം മുഴുവൻ ലഹരിയിൽ നിന്ന് മോചിക്കുന്നതിന് വളരെയേറെ ഉപകരണമായി തീർന്നിട്ടുണ്ട് എന്നെനിക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. എൻ്റെ സഹപാഠിയായ ഒരു വൈദികൻ ആ പ്രദേശത്തെ ഒരു പള്ളിയിൽ വികാരിയായി കടന്നു ചെന്നപ്പോൾ അദ്ദേഹം ഈ മരണ രജിസ്റ്റർ എടുത്ത് നോക്കി. പള്ളിയിലെ മരണ രജിസ്റ്റർ ഇടവകയുടെ ആത്മീയതയൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു സൂചകമാണ്. അതെടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടു, ഒരു വർഷത്തിൽ 12 പേരാണ് ആ ഇടവകയിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആ 12 കുടുംബങ്ങളിലും അദ്ദേഹം സന്ദർശിച്ചു. ഒന്ന് മനസ്സിലായി, എല്ലാവരും തന്നെ ലഹരിക്ക്, മദ്യത്തിന് അടിമകളായിരുന്നു. അവിടേക്കാണ് ഞങ്ങളുടെ ഷാജി സാറ് കടന്നു വന്നത്. അദ്ദേഹവും ഭാര്യയും ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ ഇടവക സമൂഹം ഒരു വർഷം മുഴുവൻ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഈ ഒരൊറ്റ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഈ അടുത്ത ഒരു വർഷം ലഹരി മൂലം മദ്യത്തിനടിമപ്പെട്ട് ഒരാൾ പോലും ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ആത്മഹത്യ ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു. അതിന് തുടർന്ന് വന്ന വർഷം ഒരാൾ പോലും ആ ഇടവകയിൽ ആത്മഹത്യ ചെയ്തില്ല. ഈ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് അവിടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്നെ ഒരു പരിപാടിക്ക് അദ്ദേഹം വിളിച്ചിട്ടുമുണ്ട്. ഞാനൊരു കൊച്ചു പള്ളിയിൽ, ഇതിനടുത്തുള്ളൊരു കൊച്ചു പള്ളിയിലെ വികാരിയായിരുന്നു. 33 വീടുകൾ മാത്രമുള്ള ഒരു പള്ളിയിലെ വികാരിച്ചനായിരുന്നു. മെത്രാനാകുന്നതിന് കുറച്ച് നാൾ മുമ്പ്. അവിടെ ഒരു തിരുനാൾ ആഘോഷം കഴിഞ്ഞു. കൊച്ചു പള്ളിയാണ്. തിരുനാൾ ഞങ്ങളെല്ലാവരും കൂടെ നടത്തി. ആഘോഷമൊക്കെ കഴിഞ്ഞ് ഈ കസേരകളൊക്കെ ഒതുക്കി വെച്ച് എല്ലാം അടക്കി ക്രമീകരിച്ചിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ 3-4 പേര് കൂടെ, കമ്മിറ്റിക്കാരൊക്കെ കൂടെ പ്രവർത്തിക്കുന്നതിനിടയിൽ പതിവില്ലാതെ ഒരു ചേട്ടൻ അവിടെ ഇങ്ങനെ കാര്യമായിട്ട് ഉത്സാഹിക്കുകയാണ്. അദ്ദേഹം വന്ന് കസേര അടുക്കി വയ്ക്കാനും എന്നെ കൊണ്ട് ഒന്നും ചെയ്യിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാം വന്ന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എല്ലാ പണിയും കഴിഞ്ഞു, എന്നിട്ടും അദ്ദേഹം പോകുന്നില്ല. ആളവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ വിശേഷം? അല്ലച്ചാ, എൻ്റെ സന്തോഷം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സന്തോഷം? ഈ പ്രാവശ്യത്തെ പെരുന്നാളാണ് പെരുന്നാൾ. ഞാൻ പറഞ്ഞു, എല്ലാ വർഷവും ഉള്ള പോലെയൊക്കെ തന്നെയല്ലേ ഈ വർഷവും പെരുന്നാളായിരുന്നത്? അതല്ലച്ചാ, ഞാൻ ആദ്യമായിട്ടാണ് സുബോധത്തോടു കൂടി പെരുന്നാൾ കൂടുന്നത്. ഈ ഷാജി സാറിൻ്റെ അവിടെ പോയി ലഹരി നിർത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പെരുന്നാളാണ്. എന്നിട്ട് ആളെന്നോട് വിശദീകരിച്ചു, പെരുന്നാളിന് ഒരുങ്ങാനായിട്ട് ഞാൻ ഒരു 2-3 ദിവസം മുമ്പ് തുടങ്ങി സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വയ്ക്കും. തലേ ദിവസം തന്നെ അളിയന്മാരൊക്കെ വരും. അളിയന്മാരൊക്കെ വരുന്നതല്ലേ, ഒന്ന് കൂടണ്ടേ? അതുകൊണ്ട് തലേ ദിവസം തന്നെ അളിയന്മാരൊരുമിച്ച് കൂടി തുടങ്ങും. അന്ന് രാത്രി തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ബോധം പോയിട്ടുണ്ടാവും.
പിറ്റേ ദിവസം രാവിലെ എവിടെ തിരുനാൾ കുർബാനയെന്ന് ഞങ്ങളൊന്നും ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. രാവിലെ വീണ്ടും ആരംഭിക്കും. എന്നാൽ ഇന്ന് അങ്ങനെയായിരുന്നില്ല അച്ചോ. ഇപ്രാവശ്യം ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് തിരുനാൾ കുർബാനയിൽ പങ്കുകൊണ്ടു. എന്തൊരു മനോഹരമാണിത്! എത്ര സുന്ദരമായ പാട്ടായിരുന്നു, പ്രസംഗമായിരുന്നു. വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയും മക്കളുടെ ഒപ്പം ഞാൻ പെരുന്നാളിന് ഭക്ഷണം കഴിച്ചു. തിരുനാളിന് ഒരിക്കലും അദ്ദേഹം ഉച്ചഭക്ഷണം കഴിക്കാൻ തല പൊങ്ങാറില്ലായിരുന്നു. അന്ന് ആദ്യമായിട്ട് അദ്ദേഹം ഭാര്യയോടും മക്കളോടും ചേർന്ന് ഭക്ഷണം കഴിച്ചു. ഒരുപക്ഷെ ഒരു വലിയ വിടുതലിൻ്റെ ഒരു സന്തോഷകരമായിട്ടുള്ള അനുഭവം ഇന്ന് ഇവിടെ ഈ വേദിയിലിരുന്നപ്പോൾ ഷാജി സാറിനെ ഓർത്തപ്പോഴാണ് എൻ്റെ ഇടവകയിലെ ഈ ചേട്ടനെ ഞാൻ ഓർത്തു പോയത്. ഞാൻ ഒരുങ്ങിയതല്ല വാസ്തവത്തിൽ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞത്. കാരണം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് അതെത്രയോ വലുതാണ്. അതെത്രയേറെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും സ്നേഹവും പകർന്നു കൊടുക്കുന്നു. നമ്മളിവിടെ പകർന്നു നൽകുന്ന ആത്മീയത അനുഭവിക്കാൻ പോലും സാധിക്കാത്തത്ര മന്ദീഭവിച്ചു പോയിട്ടുള്ളവരെ, അങ്ങനെയുള്ളവരുടെ ഇടയിൽ നാം പ്രവർത്തിക്കുമ്പോൾ അവരുടെ മുമ്പിൽ തുറക്കുന്ന വലിയൊരു വാതായനം ഒരുപക്ഷേ അതാണ് ഈ ശുശ്രൂഷ. ലഹരി വിമോചന ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്ന അനേകം പ്രവർത്തകർ ഇന്നിവിടെ സന്നിഹിതരാണ് എന്ന് റിപ്പോർട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ലഹരിയിൽ നിന്ന് വിമുക്തി നേടിയവരുടെ ഒരു സംഗമം ഇതിനെ തുടർന്ന് നടക്കുവാൻ പോകുന്നു എന്നും പ്രോഗ്രാം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരുപക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപ ഒഴുകിയിറങ്ങിയ ഈ വലിയ നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മറ്റേത് മതവിഭാഗമാണ് ഈ ഒരു ശുശ്രൂഷയിൽ ഇത്രമാത്രം പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ലഹരി മാത്രമല്ല, ഇത് നമ്മൾ ഓർക്കുന്നത് സാമൂഹിക തിന്മകൾ എല്ലാമാണ്. ഞാൻ അവിടെ റിട്രീറ്റ് സെൻറ്ററിൽ നിൽക്കുമ്പോൾ അഭിവന്ദനായ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് തിരുമേനി എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, റോണി പിതാവേ, അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞത്തുള്ള സാമൂഹ്യ തിന്മയാണ് ഈ നിൽക്കുന്നതല്ലേ എന്ന് പറഞ്ഞു തമാശയ്ക്ക്. വാസ്തവത്തിൽ നമ്മൾ സഭയാണ് ഈ സാമൂഹിക തിന്മകൾക്കെതിരെ ഇത്രമാത്രം പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത്രയെങ്കിലും ജാതി ചിന്ത ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, അത് സഭയുടെ പ്രവർത്തനമാണ്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേ കൂരയ്ക്ക് കീഴിൽ ഒരേ ബെഞ്ചിലിരുത്തി പഠിപ്പിച്ചത് നമ്മുടെ മിഷണറിമാരാണ്, നമ്മളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ്. ആരോഗ്യമുള്ളൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി സാമൂഹിക തിന്മകൾക്കെതിരെ എന്നും പോരാടിയിട്ടുള്ളവർ, നമ്മുടെ ആതുര ശുശ്രൂഷ രംഗങ്ങൾ, ആരോഗ്യ പരിപാലന രംഗങ്ങളൊക്കെ ഇന്ന് അതൊക്കെ ഹെൽത്ത് കെയർ മിനിസ്ട്രിയൊക്കെ മാറി ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയൊക്കെ ആകുന്നതിന് മുമ്പ് അത് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരുന്ന അനേകം അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനം കൂടിയായിരുന്നു. രോഗങ്ങളെല്ലാം പൈശാചികമാണെന്നും പിശാചിൻ്റെ അടിമത്തമാണെന്നും ഒക്കെ ചിന്തിച്ചുകൊണ്ട് എത്രയെത്ര തിന്മകളാണ് ഈ രോഗങ്ങളോട് ചുറ്റിപ്പറ്റിക്കൊണ്ട് നടന്നിരിക്കുന്നത്. വസൂരി, കുഷ്ഠം തുടങ്ങിയ പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ ഗ്രാമങ്ങൾക്ക് പുറത്ത് തള്ളിയിരുന്ന ഒരു കാലഘട്ടത്തിൽ
ക്രൈസ്തവ മിഷണറിമാർ, നമ്മുടെ സഭകൾ അവരെയൊക്കെ സ്വഭവനങ്ങളിൽ സ്വീകരിച്ചു. അവരെ എല്ലാവരെയും സ്വന്തമായിട്ട് സ്വീകരിച്ചു, ഏറ്റെടുത്തു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടിരുന്നവരെയൊക്കെ അവർക്കൊക്കെ അഭയമായിട്ട് തീർന്നു. ഇന്ന് നമ്മൾ ഏറെ വേദനയോടെ നോക്കിക്കാണുന്ന നിർഭയ, അതുപോലെയുള്ള എത്രയോ ആയിരക്കണക്കിന് നിർഭയമാർ ആരോരും അറിയാതെ വീണ്ടെടുത്ത് അവരുടെ സ്വത്വം തിരികെ കൊടുത്ത് അവരെ വീണ്ടും പ്രാപ്തരാക്കി അവരെയൊക്കെ സമൂഹത്തിലേക്ക് തിരിച്ചയച്ചിട്ടുള്ള ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമ്മുടെയൊക്കെ സഭകൾക്ക് പറയാനുണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാം. സാമൂഹിക തിന്മകളെ നമ്മൾ ശക്തിയുക്തം എതിർക്കുമ്പോഴും ആ തിന്മകൾക്ക് ഇരയായി പോയിട്ടുള്ളവർക്ക് ഇരകളോട് ചേർന്ന് നിൽക്കുകയും അവരെ സ്വീകരിക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ആ വലിയ ശുശ്രൂഷ, അത് നമുക്കൊരിക്കലും മറക്കാതിരിക്കാം. ദൈവത്തിന് നമ്മുടെ സഭയിലൂടെ ഈ സമൂഹത്തിൽ നൽകുന്ന വലിയ പ്രവർത്തനങ്ങൾ, നമ്മളിതിനു മുമ്പൊരു ഗാനം ആലപിച്ചപ്പോൾ പറയുകയുണ്ടായി, നമുക്ക് ലോകത്തോടും ഈ സമൂഹത്തോടും വലിയ കടപ്പാടുണ്ട് എന്ന്. സഭയെന്ന നിലയിൽ നമ്മൾ ആരും വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടേതായിട്ടുള്ള ഒരു രാജ്യം കെട്ടിപ്പടുക്കാനല്ല. നമ്മളായിരിക്കുന്ന ഈ നാട്ടിലെ ഈ സമൂഹത്തിലെ പൗരന്മാരെന്ന നിലയിൽ ഈ സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് നമ്മുടേത് എന്ന് മറക്കാതിരിക്കാം. കേവലം ഏതാനും ഭക്ത അഭ്യാസങ്ങളിൽ തീരുന്ന, പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ തീരുന്നതല്ല, ഈ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ തിന്മകളെ ഉച്ചാടനം ചെയ്യുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസ ജീവിതത്തിലേക്കാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ സഭയുടെ ലഹരി വിമുക്ത പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ 1-2 സെൻറ്ററുകളിൽ ഡി അഡിക്ഷൻ അത് മദ്യവിമോചനം മാത്രമല്ലെന്ന് തിരുമേനി പറയുകയുണ്ടായി. അത് ഇന്ന് എല്ലാ ലഹരികൾക്കുമെതിരെയുള്ള പോരാട്ടമാണ്. നമ്മുടെ പല സെൻറ്ററുകളിലും അതിനോടൊപ്പം മാധ്യമങ്ങളുടെ ഈ ഡിജിറ്റൽ അഡിക്ഷനെതിരായിട്ടും ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരിയേറെ സന്തോഷം എനിക്ക് തോന്നുകയാണ്. ഒരുപക്ഷെ കേരള സഭയിൽ ഈ ഡിജിറ്റൽ ഡി അഡിക്ഷൻ അതിനെതിരെ പ്രവർത്തനങ്ങൾക്ക് പ്രാരംഭം കുറിച്ചതും ഒരുപക്ഷെ മലങ്കര മാർത്തോമാ സുറിയാനി സഭയാണ് എന്നെനിക്ക് തോന്നുകയാണ്. നിങ്ങളെ ഞാൻ ഏറെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറെ ആവശ്യമുള്ള ഒന്നായിട്ട് മാറിയിരിക്കുന്നു. ടെക്നോളജി നല്ലതാണ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നല്ലതാണ്. എന്നാൽ അവ നല്ലതോ ചീത്തയോ ആകുന്നത് ആരുപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വരുന്ന കാലഘട്ടത്തിൽ ലഹരി വിരുദ്ധ, ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾ നമ്മൾ ആ മുറുക്കാനിൽ നിന്ന് ആരംഭിച്ചത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ടെക്നോളജിയുടെ അഡിക്ഷനിൽ നിന്ന്, നമ്മളുടെ ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്നൊക്കെയുള്ള ഒരു മോചനത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ നിങ്ങളുടെ സഭയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾ അതിരൂപതയിൽ അത് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ പ്രായമായവരും കുടുംബജീവിതത്തിൻ്റെ വെല്ലുവിളികൾ താങ്ങാൻ പറ്റാതെ മദ്യത്തിനൊക്കെ അടിമയായി പോയിട്ടുള്ളവരെയൊക്കെയാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിലൊക്കെ ടീനേജേഴ്സിനെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അത് കേരളത്തിലുള്ളവരും ഞാൻ നോക്കുമ്പോൾ നമ്മുടെ പ്രവാസികളുടെയൊക്കെ മക്കളെ
ഇപ്പോൾ അവരെ സന്തോഷത്തോടെ ഇങ്ങോട്ട് അയക്കുന്നത് നമ്മുടെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്കൊക്കെയാണ്. ഈ അടുത്ത നാളുകളിൽ അങ്ങനെ കുറേ പേരെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഈ ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടം നമ്മളുടെ ആത്മീയ പോരാട്ടം തന്നെയാണ് എന്ന് ഏറ്റെടുക്കുവാൻ എഫേസ്യ ലേഖനം 6:17 നാം ശ്രവിക്കുന്ന ആത്മാവിൻ്റെ വാളെടുത്ത് ഈ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുവാൻ കർത്താവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ആരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം എന്ന് ധ്യാനിക്കണം എന്ന് കുറച്ച് ഗൗരവമായിട്ട് ആലോചിച്ചു. ഞാൻ ആലോചിക്കുകയായിരുന്നു, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുടുംബം എനിക്ക് ശരിയായ ആത്മീയത പകർന്നു നൽകിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാനും ഇന്ന് ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡിക്ഷനിൽ പെട്ടുകൊണ്ടോ ഒക്കെ എൻ്റെ ജീവിതം അവസാനിക്കുമായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്തും എൻ്റെ കൂടെ പഠിച്ചവരിൽ പലരും പാതി വഴിയിൽ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള അവർ പോലും ഉത്തരവാദികളല്ലാത്ത അവരുടെ പശ്ചാത്തലങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് ഇന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് എൻ്റെ മാതാപിതാക്കളെയൊക്കെ ഓർക്കുക എന്നുള്ളതാണ്. സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള നമ്മളുടെ പോരാട്ടം ഒരുപക്ഷെ ആദ്യം ആരംഭിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു. കുടുംബങ്ങളാണ്. നമ്മൾ എന്തുമാത്രം നമ്മുടെ മക്കളെ ഈ വിധത്തിൽ ആത്മീയതയിൽ വളർത്തുന്നുവോ, ഈ ഒരു ആത്മീയ സമരത്തിന് അവരെ മെയ്വഴക്കമുള്ളവരാക്കി തീർക്കുന്നുവോ, അതനുസരിച്ചൊരു പക്ഷേ നമുക്ക് നമ്മുടെ മക്കളെ ഈ തിന്മകളിൽ നിന്ന് വീണ്ടെടുക്കാൻ സാധിക്കും. അത് നമ്മുടെ മക്കളെ വീണ്ടെടുക്കൽ മാത്രമല്ല, ഒരുപക്ഷെ അതിലൂടെ അവർ ഈ തിന്മകൾക്കെതിരെ പോരാടുന്നവരായിട്ട് തീരുന്ന ഒരന്തരീക്ഷം. ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒത്തിരി മാതാപിതാക്കൾ അവർ പലപ്പോഴും അവർ മക്കളെയൊക്കെ നന്നായി വളർത്തിയിട്ടുണ്ട്. സൺഡേ സ്കൂളിൽ വിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിച്ച് അവരുടെ ഭാഗത്ത് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടും പലർക്കും അവരുടെ മക്കൾ ഇത്തരത്തിലുള്ള തിന്മകളുടെ അടിമത്തത്തിലേക്ക് പോയ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനിടയായി. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളൊരു വചനഭാഗം, അത് വെളിപാട് പുസ്തകം 12-ാം അധ്യായമാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നത് നമുക്കറിയാം. വെളിപാട് ഗ്രന്ഥം ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥം, അത് പ്രതീകങ്ങളുടെ പുസ്തകമാണ്. അവിടെ ഒരു സ്ത്രീയുടെ പ്രതീകമാണ്. പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയാണ്. അവൾ സുന്ദരിയാണ്. അവൾ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ധരിച്ചവളാണ്. സൂര്യനെ ഉടയാടയാക്കിയവളാണ്. ചന്ദ്രനെ പാദപീഠമാക്കിയവളാണ്. അവൾ ഒരു ശിശുവിന് ജന്മം നൽകുവാൻ പോകുകയാണ്. ഈ ശിശു അത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ വളർത്തുന്നത്, അവർക്ക് കർത്താവിൻ്റെ വചനം പകർന്നു കൊടുക്കുന്നത്, അവരിലെല്ലാം ഈ വചനം തഴച്ചു വളരണം, ഈ വചനം ഉരുവാകണം, വളരണം. ഈ ലോകത്തിലെല്ലാവർക്കും ഈ വചനം പകർന്നു കൊടുക്കുവാൻ അവർ കെൽപ്പുള്ളവരാകണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ്. നമ്മുടെ മക്കൾ അങ്ങനെ വളർന്നു വരുന്നത് കാണുമ്പോൾ ഈ വെളിപാട് ഗ്രന്ഥകാരൻ്റെ സുന്ദരമായിട്ടുള്ള ചിത്രം നമ്മുടെ മക്കളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതേ ഗ്രന്ഥത്തിലെ 3-ാമത്തെ വാക്യമാകുമ്പോഴേക്കും അതേ അധ്യായത്തിലെ തൊട്ടു പുറകെ വരുന്ന ഒരു സീൻ എന്ന് പറയുന്നത് അത് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു സീനാണ്. 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പത്തെയാണ്. ആ സർപ്പത്തിന് 7 തലകളും 10 കൊമ്പുകളും, അതിങ്ങനെ വാ പിളർന്നിരിക്കുകയാണ്.
ഈ സ്ത്രീ പ്രസവിക്കാൻ പോകുന്ന ശിശുവിനെ വിഴുങ്ങുവാനായി വാപ്പിളർന്നിരിക്കുന്ന ഒരു ഉഗ്രവ്യാളി, ഉഗ്രസർപ്പം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മക്കൾ ജീവിക്കുന്ന, നമ്മുടെ മക്കൾ ഇന്ന് കടന്നു ചെല്ലുന്ന അന്തരീക്ഷമെല്ലാം അങ്ങനെയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ചെറുപ്പകാലത്തിൽ ഒന്ന് വെള്ളമടിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ പാടായിരുന്നു. നേരം ഇരുട്ടണം, എന്നിട്ട് തലയിലൊക്കെ മുണ്ടിട്ട് ആരും കാണാതെ വേണം ഷാപ്പിലേക്ക് എത്താനായിട്ട്. പരസ്ത്രീ ബന്ധം എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത്രയും തറയായിട്ടുള്ള മനുഷ്യർക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഈ തിന്മകളൊക്കെ തിന്മകളാണെന്നും അവ സമൂഹത്തിൽ ഒരിക്കലും ചേരാത്തതാണെന്നും അത് ഈ സമൂഹം തന്നെ അതിനെ ചെറുത്തിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് ചിന്തകന്മാർ പറയുന്നത് അത് പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടം എന്നാണ്. സത്യാനന്തര കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും സമൂഹത്തിന് അത്ര വലിയ കാര്യമൊന്നുമല്ല. സമൂഹം അതിനെക്കുറിച്ചിട്ട് ഒട്ടും വ്യാകുലപ്പെടുന്നില്ല. ഈ വെള്ളമടി അല്ലെങ്കിൽ മറ്റ് പരസ്ത്രീ ബന്ധം ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ട്രെൻഡ് എന്ന് പറയാനാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ഒരു ട്രെൻഡാണ്. ശരിയും തെറ്റും ഇന്ന് മനുഷ്യരുടെ ചിന്തയിൽ നിന്നും അടർത്തിക്കളയുന്ന, ഇല്ലാതാക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ചുറ്റും വളർന്നു വന്നപ്പോൾ ഇന്ന് പോസ്റ്റ് മോഡേൺ കൾച്ചർ, അധുനാധുന സംസ്കാരമെന്ന് വളരെ ആഘോഷമായി കൊട്ടിഘോഷിക്കപ്പെടുന്ന ആ സംസ്കാരത്തെക്കുറിച്ചെഴുതുന്ന ചിന്തകരൊക്കെ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ജോയ് ഓഫ് എറിങ്ങിനെ കുറിച്ചാണ്. ഈ തെറ്റ് ചെയ്യുന്നതിലെ സന്തോഷത്തെക്കുറിച്ച് ഇന്ന് പുസ്തകങ്ങൾ എഴുതപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള യാഥാർത്ഥ്യം. ജോയ് ഓഫ് എറിങ്. ഈ സമൂഹത്തിൽ ശരിയും തെറ്റും നിശ്ചയിച്ചിരുന്നതൊക്കെ അതൊരു അടിമത്തമാണെന്നും അതിനെ പൊട്ടിച്ചെറിയലാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമെന്നുമൊക്കെ പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ വേദപാഠമൊക്കെ പഠിപ്പിച്ച്, വചനം വായിക്കാൻ പഠിപ്പിച്ച് അവരെ അങ്ങ് പറഞ്ഞു വിടുന്നത്. വളരെയേറെ ഗൗരവത്തോടുകൂടെ നമ്മൾ എടുക്കേണ്ട ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ കൊച്ചു കേരളത്തിലും വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നടത്തുന്നത് പോലെയുള്ള കൺവെൻഷനുകൾ നമ്മുടെ കേരളത്തിൽ ജില്ലാത്തോറും ഇന്ന് വളരെ നല്ല ഓമനപ്പേരുകളിൽ, എസെൻസ് എന്നൊക്കെ പേരിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ, യൂട്യൂബിലൂടെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടാകും. തെറ്റും ശരിയും അത് നമ്മോട് സംസാരിക്കുന്നവരെല്ലാം നമ്മളെ അടിമകളാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭയിലെ ഗോവയിലെ ഒരു പള്ളിയിൽ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അവസരം ലഭിച്ചു. ആ കുർബാന കഴിഞ്ഞപ്പോൾ ആ പള്ളിക്കകത്ത് കുറച്ച് മലയാളികളുണ്ടായിരുന്നു. ആ മലയാളികൾ കുർബാന കഴിഞ്ഞപ്പോൾ ഒരു മലയാളി മെത്രാനെ കണ്ട സന്തോഷത്തിൽ എൻ്റെ അടുക്കൽ വന്നു. അവർ മിക്കവരും തന്നെ അവരുടെ കാർന്നവന്മാരായിട്ട് അവിടെ ഗോവയിൽ താമസമാക്കിയവരാണ്. ജോലി സംബന്ധമായി, കച്ചവട സംബന്ധമായിട്ടൊക്കെ താമസിക്കുന്നവരാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു, എൻ്റെ മനസ്സിലിങ്ങനെ ഗോവ എന്ന് പറയുമ്പോൾ ഉള്ളത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ സ്ഥലം, എല്ലാവിധ അനാശാസ്യങ്ങളും നടക്കുന്ന സ്ഥലമെന്നൊക്കെയുള്ള ഉപബോധ മനസ്സിൽ കിടക്കുന്നത് വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം ഇനി നിങ്ങൾ നാട്ടിലേക്ക് വരുന്നില്ലേ? നമ്മുടെ നാടല്ലേ നല്ലത്, അവിടെ വന്ന് സെറ്റിലായിക്കൂടെ എന്ന് ചോദിച്ച ഉടനെ അതിൽ
അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം, എൻ്റെ പിതാവേ എന്തായി പറയുന്നത്, കേരളത്തിൽ വന്ന് സെറ്റിലാകുകയോ? കേരളത്തിൽ മുഴുവൻ ഡ്രഗ്സും ഒക്കെയല്ലേ, ഞങ്ങളുടെ പിള്ളേരെ എന്തിനാ അവിടെ കൊണ്ട് ആ ട്രാപ്പിൽ കൊണ്ടിടുന്നത് എന്ന് ആ മാതാപിതാക്കൾ എന്നോട് ചോദിച്ചപ്പോൾ, ഈ കേരളത്തിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന എനിക്ക് വാസ്തവത്തിൽ ഒത്തിരിയേറെ ലജ്ജ തോന്നി. ഇവിടെ തിരുമേനി സൂചിപ്പിക്കുകയുണ്ടായി, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ളതിനെക്കുറിച്ച് അത് മറിച്ചൊക്കെ പറയേണ്ട സമയമായോ എന്ന് തിരുമേനി ചോദിച്ചപ്പോൾ ഇതെൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ എൻ്റെ പാപ്പയ്ക്കൊരു ആനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ച്, തോമാസ് ലീഹായിൽ നിന്നുള്ള പൈതൃകത്തെക്കുറിച്ചൊക്കെ ഒത്തിരിയേറെ വീറും വാശിയോടും കൂടെ സംസാരിക്കുന്നു, വാചാലമാകുന്നു. നമ്മുടെ കുടുംബങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിക്കുന്നു. സാധിക്കുമെങ്കിൽ തോമാസ് ലീഹ നേരിട്ട് വന്ന് നേരിട്ട് വെള്ളം ഒഴിച്ച ആളുടെ പിൻതലമുറക്കാരനാണെന്ന് സ്ഥാപിക്കാൻ പുസ്തകങ്ങൾ എഴുതുന്നു. എല്ലാം നമ്മൾ ചെയ്യുന്നു. പക്ഷെ നമ്മളുടെ ആത്മീയതയുടെ അടിത്തറ, നമ്മളിന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് അതിന് ചോർന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നമ്മുടെ സമൂഹത്തിനെ ചിതലരിക്കുന്ന വിധത്തിൽ ഈ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും മദ്യവും മയക്കുമരുന്നും അക്രമാസക്തിയും എല്ലാം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മൾ ഒരുക്കി ഈ സമൂഹത്തിൻ്റെ സമ്പർക്കത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവരും ചിതലരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, നമ്മുടെ നാട് ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മുമ്പൊക്കെ ഒരു പാപം ചെയ്യാൻ ഒത്തിരി വഴി ദൂരെ പോകണം. ഇപ്പം നമ്മുടെ പോക്കറ്റിൽ തന്നെ കിടപ്പുണ്ട്. നമ്മളെ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന, നമ്മളെ ചുറ്റും ഇങ്ങനെ വലയം വയ്ക്കാൻ മാത്രമുള്ള തിന്മകളുടെ നീരാളിപ്പിടുത്തത്തിന് തയ്യാറായി ആകർഷകമായി നമ്മെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ ചുറ്റിൽ മാത്രമല്ല, നമ്മുടെ പോക്കറ്റിലുമുണ്ട്. നമ്മൾ ടി വി വന്നപ്പോൾ പറഞ്ഞു, ദാ സ്വീകരണ മുറിയിലേക്ക് ചെകുത്താൻ വന്ന് കയറിയെന്ന്. ടി വിയുടെ കുഴപ്പമല്ല, മൊബൈലും അതുപോലെ തന്നെയാണ്. ടി വിയുടെയോ മൊബൈലിൻ്റെയോ കുഴപ്പമല്ല. പക്ഷെ നമുക്ക് ഈ ഉപകരണങ്ങളെ ശരിയായ വിധത്തിൽ അവയെ കൈകാര്യം ചെയ്യാൻ, അവയിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുവാൻ നമുക്ക് പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളെല്ലാവരും അറിയുന്നതാണ്, ഇവിടെ തിരുമേനി സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്, ഇപ്പം നമ്മൾ ഈ നശിച്ച നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയേക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ പിള്ളേരെയൊക്കെ ഇപ്പം നമ്മൾ കാനഡയിലേക്കും US-ലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ വിട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ കൺവെട്ടത്ത് നിന്ന് പോകുമ്പോൾ പിന്നെ അവരൊക്കെ സുരക്ഷിതമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ യുവജന സംഗമത്തിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരിക്കാൻ ഇരുന്നാൽ അവർ പാപം ചെയ്തു പോകുമെന്ന് വിചാരിച്ച് ഇവിടെ അതിന് വിടാത്ത അമ്മച്ചിയാണ് +2 കഴിഞ്ഞ മോളെ വലിയ ധൈര്യത്തോടു കൂടെ അങ്ങോട്ട് കാനഡയിലേക്ക് കയറ്റിവിട്ടിരിക്കുന്നത്. ഈ ചെല്ലുന്ന ഇടങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ വല്ലതും ആലോചിക്കാറുണ്ടോ? അന്വേഷിക്കാറുണ്ടോ? ഏതാനും നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കാനഡയിലെ ഞങ്ങളുടെ സഭയിലെ വൈദികരെ ധ്യാനിപ്പിക്കാനായിട്ട് എനിക്ക് ഒരു അവസരം ലഭിച്ചു. ഞാൻ അവിടെ ചെന്നു. അതിനുശേഷം ഞാൻ അവിടെ 1-2 പള്ളികളിൽ ചെന്നപ്പോൾ ഈ +2 കഴിഞ്ഞ കുറച്ച് മക്കൾ എൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞു. ലക്ഷങ്ങൾ മുടക്കി നമ്മൾ നമ്മുടെ മക്കളെ വിട്ടതാണ്. ഇവിടെയുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള പല ഏജൻസികളുടെയൊക്കെ അതിലൊരു ഏജൻസി വിട്ട കുട്ടികളാണ് അവർ. ആ ഏജൻസിയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെയുള്ള പരസ്യങ്ങളാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഏജൻസികൾ നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലൂടെയും നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടികൾ അവിടെ വന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ 2 മാസം അവർക്ക് താമസിക്കാൻ ഇടമില്ലായിരുന്നു. നമ്മുടെ പല പള്ളികളുടെയും, ഞങ്ങളുടെ തന്നെ, ഞാൻ തന്നെ താമസിച്ച പള്ളിയുടെ
അണ്ടർഗ്രൗണ്ടിൽ ബേസ്മെൻറ്റിൽ 7 കുട്ടികൾ താമസിക്കുന്നുണ്ട്, കാറ്റും വെളിച്ചവും ഇല്ലാതെ. ഇങ്ങനെ താമസിക്കാൻ പോലും ഇടമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് ചേരുമ്പോൾ, എന്നാൽ അവരുടെ കയ്യിൽ നമ്മൾ ഒരു വർഷം കൊണ്ട് സമ്പാദിക്കുന്നത് അവർ സ്റ്റുഡൻറ്റ് ജോബ് ചെയ്ത് പെട്ടെന്ന് പണമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ എന്തൊക്കെ വഴിയിലൂടെ അതൊക്കെ ചിലവഴിക്കും, ഏതൊക്കെ ഇടങ്ങളിൽ അവർ പാർക്കാൻ ഇടം കണ്ടെത്തും എന്നൊക്കെ അതിൻ്റെയൊക്കെ പ്രലോഭനങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. സാധ്യതകൾ 100 കണക്കിന് തുറന്നു കിടക്കുകയാണ്. മദ്യത്തെ മയക്കുമരുന്നിൻ്റെയൊക്കെ കാര്യം പറഞ്ഞല്ലോ. ഈ പറഞ്ഞ പല രാജ്യങ്ങളിലും, ചില രാജ്യങ്ങളിലെ പല സംസ്ഥാനങ്ങളിലും കഞ്ചാവ് നിയമവിധേയമാണ്. എന്ന് പറഞ്ഞാൽ 18 വയസ്സ് പ്രായമായി എന്നുള്ള പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങുന്നത് പോലെ പോയി കഞ്ചാവ് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് നമ്മുടെ മക്കൾ പുറത്തേക്ക് പറഞ്ഞയച്ചു, ശരിയാ. പക്ഷെ അവിടെയും ഞാൻ വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞ ഈ വ്യാളി ഇങ്ങനെ വാപ്പിളർന്ന് നിൽക്കുകയാണ്. നമ്മുടെ മക്കളിൽ ഈ വചനം, നമ്മുടെ മക്കളിൽ നാം പകർന്നു കൊടുത്ത ആത്മീയത, ആ ദൈവികത, അത് പകർത്ത് ഏറ്റെടുക്കാനായിട്ട് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് നമ്മുടെ പൊതു സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങൾ പോലും ഇത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മുടെ സമൂഹത്തെ, നമ്മളും കൂടെ ജീവിക്കുന്ന ഈ സമൂഹത്തെ, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ സംവിധാനങ്ങളെ അതിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. കുടുംബത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇന്ന് നമ്മളുടെ സുപ്രീം കോർട്ട് വേർഡിക്റ്റുകളിലൂടെ ഒന്ന് നിങ്ങൾ കടന്നുപോയാൽ അറിയാം, കുടുംബം എന്നുള്ളതിൻ്റെ നിർവചനമൊക്കെ എന്നേ മാറിക്കഴിഞ്ഞു. പ്രായപൂർത്തിയായ ആരും, അതാണും ആണുമാകട്ടെ പെണ്ണും പെണ്ണുമാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ, അവരൊരുമിച്ച് ജീവിച്ചാൽ അതൊക്കെ കുടുംബമായിട്ട്, അതൊക്കെ ദാമ്പത്യ ബന്ധമായിട്ട് കണക്കാക്കപ്പെടുകയാണ്. ഒരു മൈനറിനെ ഒരു മുതിർന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ മൈനറിൻ്റെ ഗാർഡിയനായിട്ട് അവരൊരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ആ ഉത്തരവാദിത്തമായിട്ട് അതിനെ കണക്കാക്കുകയും മക്കൾക്ക് ഉള്ള ആനുകൂല്യങ്ങളൊക്കെ ആ കുട്ടികൾക്കൊക്കെ ലഭിക്കുകയും ചെയ്യുന്നു. ഒരു മൈനറിനെ അങ്ങനെ കൂടെ താമസിപ്പിച്ചാൽ അങ്ങനെയുള്ള സുപ്രീം കോർട്ട് വെർഡിക്റ്റുകളും 2022 നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഒന്നുണ്ടായി. എന്നാൽ നമ്മളൊരു ഇവിടെ ഇങ്ങനെ പല പൂർ ഹോമുകളുടെയൊക്കെ കുട്ടികളുടെ പല സ്ഥാപനങ്ങളുടെയൊക്കെ പേരുകൾ ഇവിടെ വായിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് അപ്രാപ്യമാകുന്ന വിധത്തിൽ, അസാധ്യമാകുന്ന വിധത്തിലാണ് നിയമങ്ങൾ ഇങ്ങനെ അതിന് പുറകെ കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കുടുംബത്തെക്കുറിച്ചുള്ള ഈ വളരെ വിശാലമായുള്ള ഒരു വീക്ഷണത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ മൈനർ ഒരുമിച്ച് ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബത്തിൽ പോലും ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞു മക്കൾ സുരക്ഷിതരല്ലാത്ത പല സാഹചര്യങ്ങളും നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മളുടെ നിയമ സംവിധാനങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകുന്നു എന്നുള്ളത്. ഒരുപക്ഷെ ഇതൊക്കെ പത്രങ്ങളിലെ വാർത്തകളായിട്ട് നാം വായിച്ചിങ്ങനെ കടന്നു പോകുന്നുണ്ടോ? ഒരു സഭ എന്ന നിലയിൽ, വിശ്വാസ സമൂഹം എന്ന നിലയിൽ ദൈവത്തിൻ്റെ പദ്ധതി ഈ ലോകത്തിൽ നിറവേറുന്നതിന്, അവിടുത്തെ രാജ്യം സംസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നവരെന്ന നിലയിൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിഞ്ഞുകൂടാ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 6-ാം തീയതി വെള്ളിയാഴ്ച ഒരു വേർഡിക്റ്റ് ഉണ്ടായത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഗർഭഛിദ്രം അനുവദിച്ചിട്ടുള്ള രാജ്യമാണ്. 24 ആഴ്ച വരെ
ഒരു കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ കൊല്ലുവാനായിട്ട് അനുവദിച്ചിട്ടുള്ളൊരു രാജ്യം ഈ കഴിഞ്ഞ 6-ാം തീയതി 30 ആഴ്ച കഴിഞ്ഞിട്ടും ഈ നിയമവ്യവസ്ഥയിൽ ആ കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് ഉള്ള അനുവാദം കോടതി മുഖാന്തരം ലഭിച്ചിരിക്കുകയാണ്. അതിന് പറഞ്ഞിരിക്കുന്ന കാരണങ്ങളാണ് ഒരു പക്ഷേ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുകയാണ്. റിപ്രൊഡക്റ്റീവ് ഓട്ടോണമിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരമ്മയ്ക്ക് ഒരു സ്ത്രീക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് ബന്ധപ്പെടാൻ ഇന്ന് നമ്മളുടെ നിയമം അനുവദിക്കുകയാണ്. ഇനി അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പുരുഷനുമായിട്ട് സംഗമിച്ചിട്ട് പക്ഷേ അതിൽ നിന്ന് ആ സ്ത്രീ ഗർഭിണിയായാൽ ആ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള നിർബന്ധമൊന്നുമില്ല. അത് അമ്മയുടെ ഓട്ടോണമിയാണ്, അമ്മയുടെ സ്വാതന്ത്ര്യമാണ് എന്നാണ് കോടതി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വിധിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞിന് ജന്മം നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അമ്മയ്ക്കാണെന്നും. ഇന്ന് 30 ആഴ്ച കഴിഞ്ഞതാണെങ്കിൽ നാളെ അത് ഇതേ നിയമം, ഇതേ ഒരു ലോജിക്ക് തന്നെ, ഇതേ വാദഗതി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അമ്മമാരുടെ ഉദരത്തിൽ ഒക്കെ എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളൊക്കെ നല്ല കുടുംബങ്ങളാണ്. നമ്മുടെ മക്കൾ, ഈ ജനിക്കാൻ പോകുന്ന എല്ലാ മക്കളും ദൈവത്തിൻ്റെ മക്കളാണ്. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചവരാണ്. ആ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച അവിടുത്തെ മക്കൾ വധിക്കപ്പെടുവാൻ നമ്മുടെ സംവിധാനങ്ങൾ തന്നെ കാരണമാകുന്നു എന്നുള്ളത് നമ്മെ ഭയപ്പെടുത്തേണ്ടതുണ്ട്. തിന്മയോട് സമരസപ്പെടാതിരിക്കുക. ഇന്ന് തുടക്കത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചത് അപ്രകാരമായിരുന്നു. തിന്മയോട് സമരസപ്പെടാതിരിക്കുന്നവർക്കാണ് തിന്മയോട് പ്രതികരിക്കാനും സാധിക്കുകയുള്ളൂ. നമ്മൾ ഓർത്തു നോക്കുക, നമ്മളൊരു പക്ഷേ ഇങ്ങനെയുള്ള വലിയ അതിക്രമങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ലായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാധാരണ ജീവിതത്തിലെ സാധാരണ സാഹചര്യങ്ങളിൽ എപ്പോഴൊക്കെയോ നമ്മൾ ഈ തിന്മയോട്, അതും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ വെച്ച് നീട്ടുന്ന തിന്മകളോട് സമരസപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ലേ എന്ന് പരിശോധിച്ച് നോക്കണം. എൻ്റെ ഓഫീസിലുള്ള എല്ലാവരും കൈക്കൂലി വാങ്ങുമ്പോൾ ഞാൻ മാത്രം കൈക്കൂലി വാങ്ങാതിരുന്നിട്ട് എന്ത് കാര്യം? എന്ത് മാറ്റം ഉണ്ടാകാനാണ്? എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യുന്നു. എല്ലാവരും സ്ത്രീധനം വാങ്ങുന്നു, ഞാൻ മാത്രം സ്ത്രീധനം വാങ്ങാതിരുന്നുകൊണ്ട് എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് ആരും സ്ത്രീധനം ചോദിക്കാതിരിക്കുമോ? ഈ സംവിധാനങ്ങൾ ഇങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇതിനോട് സമരസപ്പെട്ടു പോകാനുള്ള ഒരു പ്രവണത നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ആരംഭിക്കുമ്പോൾ, അവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ ഒരു നംനെസ്, അത് നമ്മളുടെ മനസാക്ഷിയെ ബാധിക്കുന്നു. നമ്മുടെ മനസാക്ഷി ഇങ്ങനെ ഒന്നിനോടും അങ്ങനെ പ്രതികരിക്കാൻ സാധിക്കാത്ത, തിന്മയുടെ മുമ്പിൽ നിസ്സംഗത പാലിക്കുന്ന ഒരു മനസാക്ഷിയിലേക്ക് നമ്മളും എത്തിച്ചേരുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ ക്രൈസ്തവികതയുടെ തന്നെ 100 കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ നമ്മൾ നീതീകരണം കണ്ടെത്തുകയും ചെയ്യുന്നു. മദ്യപിച്ച് കൂത്താടുമ്പോൾ, ചെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം. ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. കൊറിന്തോസിലെ സഭയ്ക്ക് പൗലോസ്ലീഹ തൻ്റെ 1-ാം ലേഖനം എഴുതുമ്പോൾ ആ സഭ ഇത്തരത്തിലുള്ള അനേകം തിന്മകളുടെ പിടിയിൽ അമർന്നിരുന്നു എന്നുള്ളതാണ്. കൊറിന്തോസ് സമൃദ്ധിയുടെ ഇടമായിരുന്നു, സമ്പൽ സമൃദ്ധിയുടെ ഇടമായിരുന്നു. അതുപോലെ തന്നെ തിന്മകൾ കൊണ്ടും ഈ കൊറിന്ത് സമൃദ്ധമായിരുന്നു. ലൈംഗിക അരാജകത്വത്തിൻ്റെ, അതുപോലെ തന്നെ സമൂഹത്തിൽ വലിപ്പ ചെറുപ്പങ്ങളുടെയൊക്കെ തിന്മകൾ അവിടെ നിലനിന്നിരുന്നു. വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് ശേഷവും
ഇതൊക്കെ ക്രിസ്ത്യാനികൾക്ക് അനുവദനീയമാണ് എന്ന് ചിന്തിച്ചിരുന്നൊരു ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പം മുറിക്കൽ ശുശ്രൂഷയൊക്കെ ഉണ്ട്, കൂട്ടായ്മയുടെ പങ്കുവെക്കലുകളൊക്കെ ഉണ്ട്. പക്ഷേ സമ്പന്നർ അവർ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിക്കുന്നു. പാവപ്പെട്ടവർ ഈ കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച കിട്ടി എന്തെങ്കിലും ഒരു അപ്പക്കഷ്ണം കൊണ്ട് തൃപ്തി അടയേണ്ടി വരുന്നു. സമ്പന്നരും ദരിദ്രരും, ശക്തരും ബലഹീനരും ഒക്കെ തമ്മിലുള്ള വേർതിരിവുകളൊക്കെ നിലനിന്നുകൊണ്ട് തന്നെ, അവയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു വിശ്വാസ സമൂഹത്തിലേക്കുള്ള ഒരു ചായ്ച്ചിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ അവിടെ കൊറിന്ത്യ തൻ്റെ ലേഖനത്തിൽ പ്രത്യേകം അതിനോട് പ്രതികരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഇടയിലും ഇത്തരത്തിലുള്ള ആത്മീയതയും ഈ തിന്മകളുമൊക്കെ സമരസപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസത്തിൻ്റെ പേരിലുള്ള ജീവിതശൈലികളും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ പലപ്പോഴും വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാകും. നമ്മുടെ ജാതി വ്യവസ്ഥ തന്നെ ഒന്ന് ഓർത്ത് നോക്കുക. ഈ നൂറ്റാണ്ടുകളിൽ നമ്മൾ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് ഈ വിശ്വാസ സമൂഹം നിലകൊള്ളപ്പോഴും ആ സമൂഹങ്ങളിലും നമ്മുടെ സഭാ സമൂഹങ്ങളിൽ പലയിടത്തും 2 പള്ളികളും 2 സെമിത്തേരികളും 2 പന്തികളുമുണ്ട്. ഇന്നും പലയിടങ്ങളിലും നമ്മുടെ ഭാരതത്തിലുണ്ട് എന്നുള്ളത് നമ്മെ ഒരുപക്ഷെ ചിന്തിപ്പിക്കേണ്ടതല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ സാക്ഷ്യബലം ഇല്ലാതാകുന്നിടത്ത് എങ്ങനെയാണ് പിന്നെ നമുക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ആത്മാവിൻ്റെ വാളെടുക്കാൻ സാധിക്കുക? എങ്ങനെയാണ് നമ്മിലൂടെ കർത്താവിൻ്റെ കൃപകൾ ഒഴുകുക? എങ്ങനെയാണ് നമുക്ക് തിന്മയോട് പോരാടാനായിട്ട് സാധിക്കുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പൗലോസ് ശ്ലീഹ ഇത്തരത്തിലുള്ള ഈ തിന്മ ഇടകലർന്നുള്ള ഈ വിശ്വാസ ജീവിതത്തോട് പ്രതികരിച്ചത് കുടിക്കുന്നത് പാപമാണ്, ലൈംഗികത തെറ്റാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല. പൗലോസ് ശ്ലീഹ അവിടെ ഓർമ്മപ്പെടുത്തിയത് ക്രിസ്ത്യാനിയുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചാണ്. ഒരു ക്രിസ്ത്യാനിയായ നീ തന്നെ ആരാണെന്ന് ഓർക്കുക. നിന്റെ വിളി എന്താണ്? നീ സ്വീകരിച്ചിരിക്കുന്ന ഈ ജ്ഞാനസ്നാനം അത് നിന്നിൽ ആരംഭിച്ചിരിക്കുന്ന ജീവിതം എന്താണ്? നമ്മൾ പലപ്പോഴും ഒത്തിരിയേറെ മോറലൈസിങ് നടത്തുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ടീനേജേഴ്സിനെ മക്കളായിട്ടുള്ള അമ്മമാരോട് ചോദിച്ചറിയാം, നമ്മുടെ മക്കളൊന്ന് ഉപദേശിക്കാൻ ചെന്ന് നോക്കിയാൽ ഉടനെ അവർ പ്രതികരിക്കാൻ തുടങ്ങും. ഉപദേശങ്ങളൊന്നും ഇഷ്ടമില്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ഒരുപക്ഷെ വിശുദ്ധ പൗലോസ് ശ്ലീഹായും ആ ഒരു ശൈലിയല്ല അവിടെ എടുത്തത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞു, നിങ്ങളാരാണെന്ന് ഓർക്കുക. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൾ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവരിരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഒരു ശരീരമായി തീരുന്നു. നമ്മുടെ വിളിയാണ്, നാം ജീവിക്കുന്ന യാഥാർത്ഥ്യമാണത്. അതിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വായിച്ചു കേട്ട റിപ്പോർട്ടിൽ കൊറിന്തോസിലെ സഭയ്ക്ക് പൗലോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ തന്നെ 3-ാം അധ്യായത്തിലെ 16-ഉം 17-ഉം വാക്യങ്ങൾ ഉദ്ധരിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടാകും. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആലയം നമുക്കത് സാത്താന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? തിന്മയ്ക്കായിട്ട് മാറ്റിവെക്കാൻ സാധിക്കുമോ?
ഈ ഒരു നമ്മുടെ തന്നെ ഐഡൻറ്റിറ്റി നമ്മുടെ ഈ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ആദ്യ ആയുധമായിട്ട് എടുക്കാൻ നമുക്ക് സാധിക്കണം. നിയമം അനുവദിക്കാത്തത് കൊണ്ടല്ല ഒരു ക്രിസ്ത്യാനി പാപം ചെയ്യാതിരിക്കുന്നത്. നിയമം അനുവദിക്കാത്തത് കൊണ്ടല്ല ഒരു ക്രിസ്ത്യാനി തിന്മ പ്രവർത്തിക്കാതിരിക്കുന്നത്. അവൻ ക്രിസ്ത്യാനിയായതുകൊണ്ടാണ്. അവൻ്റെ വിശ്വാസം, അവൻ ഏറ്റെടുത്തിരിക്കുന്ന ജീവിതം, അതുമായിട്ടൊരിക്കലും സമരസപ്പെടുകയില്ല. അതുകൊണ്ട് ഞാനതിനെ എതിർക്കുന്നു, തോൽപ്പിക്കുന്നു, ഞാനതിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. 17-ാം വാക്യം, പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. നമ്മൾ ഈ ജ്ഞാനസ്നാനം സ്വീകരിച്ച സമയം മുതൽ ഈ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ്. ഉപേക്ഷിച്ചതിനെ പുറകെ പോകുന്ന ആ കൊറിന്തോസിലെ സഭയ്ക്ക് പൗലോസ്ലീഹ എഴുതിയ വാക്കാണ് അത്. ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയെ ഓർത്തിട്ടാണ് ഞാൻ ഈ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ അപ്പച്ചൻ പറയാറുള്ള ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിലാണ്. ട്രിച്ചി സെൻറ്റ് ജോസഫിലാണ് അദ്ദേഹം പഠിച്ചത്. അവിടെ പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ, ചോരയും നീരുള്ള കാലത്ത്, ഒരു ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു സമ്മേളനത്തിനായിട്ട് അദ്ദേഹം ട്രെയിനിൽ മദ്രാസിൽ വന്നിറങ്ങി. ആ കാലത്തെ മദ്രാസ്, എൻ്റെ അപ്പച്ചൻ 91-ാമത്തെ വയസ്സിൽ മരിച്ചിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, ആ കാലഘട്ടത്തിലെ മദ്രാസിൽ വന്ന് പാതിരാക്കി വന്നിറങ്ങി. ഒരു പരിചയമില്ലാത്ത സ്ഥലം, പോകേണ്ട സ്ഥലത്തേക്ക് രാവിലെ പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അടുത്തുള്ളൊരു കണ്ട ഒരു റിക്ഷക്കാരനോട്, നമ്മളെയൊക്കെ വലിച്ചു കൊണ്ടുപോയിരുന്ന റിക്ഷക്കാരുണ്ടായിരുന്ന കാലം, ആ ഒരു റിക്ഷക്കാരനോട് പറഞ്ഞു, താമസിക്കാൻ എവിടെയെങ്കിലും ഒരു മുറി കിട്ടുമോ എന്ന് ചോദിച്ചു. അയാൾ വലിയ സന്തോഷത്തോടു കൂടെ അപ്പച്ചനെ വിളിച്ച് പറഞ്ഞു, ഉറപ്പായിട്ടും ഞാൻ മുറി കൊണ്ടുതരാം. മുറി മാത്രമല്ല സാറേ, ഞാൻ വേറൊന്നും സംഘടിപ്പിച്ചു തരാം. എന്താണ്? ഒരു പെണ്ണിനെയും സംഘടിപ്പിച്ചു തരാം. ഇത് കേട്ട ഉടനെ അപ്പച്ചൻ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കാനായിട്ട് മുമ്പോട്ട് നടന്നു. ഈ മനുഷ്യൻ അപ്പച്ചൻ്റെ പുറകെ വന്നുകൊണ്ടിരുന്നു. പലതും പറഞ്ഞിട്ട് ഒഴിവൊഴിവ് പറഞ്ഞ് ഒഴിച്ച് ആളെ പറഞ്ഞു വിടാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ നടത്തം നിർത്തി. എന്നിട്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ആ മനുഷ്യൻ പെട്ടെന്ന് നിന്നു. അയാൾ നിശബ്ദനായി. എന്നിട്ട് അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ അയാൾ അപ്പച്ചൻ കേൾക്കുന്ന സ്വരത്തിൽ ഉറക്കെ പറഞ്ഞു, ഞാനും ഒരു ക്രിസ്തവൻ താൻ, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പലവുഴ ഉരുവിട്ടുകൊണ്ട് അയാൾ തിരികെ പോയി. ഞാനും ഒരു ക്രിസ്തവൻ താൻ. പ്രിയമുള്ളവരെ, നമ്മൾ തിന്മയ്ക്കെതിരെ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ആയുധം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ പുതിയ ജീവിതം തന്നെയാണ്. അത് ജീവിക്കുക, അതിൽ മാത്രം നിലനിൽക്കുക, അതിനെതിരായിട്ടുള്ള ഒന്നിനോടും സമരസപ്പെടാതിരിക്കുക. അത് നൽകുന്ന വലിയൊരു സാക്ഷ്യമുണ്ടല്ലോ, ആ സാക്ഷ്യം അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കും. കാരണം നമ്മൾ ഏറ്റുപറയുന്ന നാമം അത്രയേറെ വലിയ നാമമാണ്. ആകാശത്തിന് കീഴിൽ വേറൊരു നാമമില്ല അവൻ്റെ നാമമല്ലാതെ. അതുകൊണ്ട് ആ നാമം എല്ലാവരെയും വീണ്ടെടുക്കുന്ന നാമമാണ്. ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഐഡൻറ്റിറ്റി മാത്രമല്ല, ഞാൻ അവനെ കൂടെയാണ്, അവൻ്റെ നാമമാണ് പ്രഘോഷിക്കുന്നത്. തിന്മ എത്ര ആകർഷകമായിട്ട് നമ്മുടെ നേരെ കടന്നു വന്നാലും ആ തിന്മയോട് പ്രതികരിക്കാൻ
നമ്മുടെ സ്നാനത്തെ നമുക്ക് ഓർക്കാം. നമ്മുടെ മക്കളെ അങ്ങനെ പരിശീലിപ്പിക്കാം. നമ്മുടെ മക്കളെ എങ്ങനെ പരിശീലിപ്പിക്കാം? എൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ജീവിതത്തിൽ നീ എന്തൊക്കെ നേടിയാലും, നീ ഏറ്റെടുത്തിരിക്കുന്ന ഈ വിശ്വാസം, നിൻ്റെ വീണ്ടെടുത്ത ക്രിസ്തു അവനോളം വലുതായിട്ടൊന്നുമില്ല എന്ന് അവർ ചെറുപ്പം മുതൽ തന്നെ അനുഭവിച്ചറിയാൻ ഇടവരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ അപ്പൻ്റെ ഒരു മകൻ വലിയൊരു കമ്പനിയിൽ ജോലി ഒക്കെ കിട്ടി, കുടുംബം മുഴുവൻ വലിയ സന്തോഷത്തിലായിരുന്നു, പ്രതീക്ഷിച്ചതിലേക്കുള്ളൊക്കെ വലിയ ശമ്പളം. അങ്ങനെ ആ കമ്പനിയുടെ വലിയൊരു സീനിയർ മാനേജർ ഉദ്യോഗത്തിലിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു മെയിൽ വന്നു, ഐ ഹാവ് റിസൈൻഡ് മൈ ജോബ്. ഭയങ്കര ഷോക്കായിപ്പോയി. ആശിച്ച് കാത്തിരുന്ന ഒരു ജോലിയാണ്, സ്വപ്നതുല്യമായ ശമ്പളമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു IT കമ്പനിയുടെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉള്ള ഒരു ഉന്നത ഉദ്യോഗമാണ്. അപ്പം ഞാൻ ചോദിച്ചു, നീ ഇത്രയും വലിയ ഒരു സൗഭാഗ്യം വന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് നീ എന്താ ഇത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത്? ഇതിലും വലിയ വല്ല ജോലിയോ ഒക്കെ നീ കണ്ടിട്ടാണോ, അങ്ങനെ വല്ലതും കിട്ടിയത് കൊണ്ടാണോ ഉപേക്ഷിച്ചത്? അവൻ എനിക്ക് തിരിച്ചെറുതി, ഐ റിസൈൻഡ് മൈ ജോബ് because I am a Christian. I resigned because I am a Christian. ഒരു ക്രിസ്ത്യാനിയായതുകൊണ്ട് ക്രിസ്തു വിശ്വാസത്തിന് ചേരാത്ത കാര്യങ്ങൾ അവിടെ ഞാൻ ചെയ്യേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചു. ഒരുപക്ഷെ എനിക്കിനി ജോലി ഉടനെയൊന്നും കിട്ടില്ലായിരിക്കും, എൻ്റെ പദ്ധതികളൊക്കെ പൊളിയുമായിരിക്കും, മാസങ്ങളോളം ഞാൻ തൊഴിൽ രഹിതനാകുമായിരിക്കും. പക്ഷേ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഈ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മുടെ മക്കളെ നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചാൽ, തിന്മയോട് സമരസപ്പെടാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മളും നമ്മുടെ മക്കളും, അങ്ങനെയുള്ളൊരു പുതിയ തലമുറയെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുക. ഇവിടെ പരിചയപ്പെടുത്തിയ മാർത്തോമാ സഭയുടെ വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകൾ, വിവിധങ്ങളായിട്ടുള്ള മിഷൻ പ്രവർത്തനങ്ങൾ, അതെല്ലാം ഞാൻ ഓർക്കുന്നത് ഈ ഭാരതത്തിൽ തിന്മയോട് സമരസപ്പെടാത്ത, ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പുതിയ തലമുറ, അത് നമ്മുടെ നാടിന് നൽകുന്ന, ഭാരതത്തിന് നൽകുന്ന സംഭാവന, അതൊരു പ്രതിസംസ്കാരമാണ്. തിന്മയ്ക്കെതിരെ പോരാടുന്ന വലിയൊരു പടയണിയുടെ ഒരു അണിചേരലാണ് അത് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ മിഖായേലും അവൻ്റെ സൈന്യവും പിശാചും അവൻ്റെ സൈന്യവുമായിട്ടുള്ളൊരു പോരാട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തിന്മയ്ക്കെതിരെ പോരാട്ടത്തിന് സൈന്യനിരകൾ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. ആ സൈന്യനിരകൾ രൂപപ്പെടുത്തുന്നത് നമ്മിലൂടെ, നമ്മുടെ കുടുംബങ്ങളിലൂടെ, നമ്മുടെ ശുശ്രൂഷകളിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഈ പ്രതിസംസ്കാരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ പ്രതിസംസ്കാരമാണ്. എപ്പോഴൊക്കെ നമ്മൾ ചെറിയ തോതിൽ അതിനോട് സമരസപ്പെടുന്നുവോ, അപ്പോഴൊക്കെ നാം തന്നെ ബലഹീനരായിത്തീരുകയാണ്. വീണ്ടും ഞാനിങ്ങനെ എൻ്റെ അപ്പച്ചനെ കുറിച്ച് തന്നെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അപ്പന്മാരെ ഓർക്കാനൊരു അവസരം കൂടിയായിരിക്കുമല്ലോ എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെയൊക്കെ അപ്പന്മാരിൽ നിന്ന് അമ്മമാരിൽ നിന്നൊക്കെ കിട്ടിയതാണ് നമ്മുടെയൊക്കെ വിശ്വാസത്തിന് മാംസം നൽകിയ വചനം. അതേ ഞങ്ങളോടൊക്കെ പറയാറുള്ളൊരു കഥയുണ്ട്. ആ കഥ ഇതാണ്. കുട്ടികളായിരുന്നപ്പോൾ കഥകളിലൂടെയാണല്ലോ നമുക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ ലഭിക്കുക. മരങ്ങളുടെ നാട്ടിലെ മരരാജാവിനെ കുറിച്ചിട്ടാണ്. ഒരു കാട്ടിൽ ഒത്തിരിയേറെ മരങ്ങളുണ്ട്. ആ മരങ്ങൾക്കൊരു രാജാവുണ്ട്. ഒരു ദിവസം അവരെല്ലാവരും വലിയ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ആ കാട്ടിൽ കഴിയുകയായിരുന്നു. ഒരു ദിവസം എല്ലാ മരങ്ങളും
ഈ മരരാജാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, രാജാവേ, ഇത് നമ്മൾ നശിച്ചു, നമ്മുടെ കാട്ടിലേക്ക് ഒരു മരം വെട്ടുകാരൻ വന്നിരിക്കുന്നു. രാജാവ് ചോദിച്ചു, മരം വെട്ടുകാരൻ മാത്രമേ ഉള്ളൂ? അവൻ മാത്രമേ ഉള്ളൂ? അവൻ്റെ കൂടെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എങ്കിൽ പേടിക്കേണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ മരങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, ഇതാ അയാൾ വീണ്ടും വന്നിരിക്കുന്നു. രാജാവ് ചോദിച്ചു, അവൻ മാത്രമേ ഉള്ളൂ? അവൻ്റെ കൂടെ വല്ലതും ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ മഴു എന്നാണ് പറയണത്, നിങ്ങളെന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. മഴു എന്ന് തന്നെയായിരിക്കും അല്ലേ? അല്ലേ? അല്ല, അവൻ്റെ കൂടെ മഴുവുണ്ട്. രാജാവ് ചോദിച്ചു, മഴു മാത്രമേ ഉള്ളൂ? മഴു മാത്രമേ ഉള്ളൂ? എന്നാൽ പേടിക്കേണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മൂന്നാമതും അവൻ വന്നു. അവരൊരുമിച്ച് കൂടി ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. രാജാവ് തയേ ചോദ്യം തന്നെ വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മഴു മാത്രമല്ല, മഴുവിൻ്റെ കൂടെ മഴുത്തായ കൂടെയുണ്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇനി നമ്മൾ പേടിക്കണം, കാരണം നമ്മിലൊരുവൻ അവൻ്റെ കൂടെ കൂടിയിരിക്കുന്നു. മഴുത്തായ എന്തുകൊണ്ടുണ്ടാക്കിയതാ? മരം കൊണ്ടുണ്ടാക്കിയതാ. നമ്മിലൊരുവൻ അവൻ്റെ കൂടെ കൂടിയിരിക്കുന്നു, നാം ഭയപ്പെടണം. പ്രിയമുള്ളവരെ, നമ്മുടെ സഭാ സമൂഹങ്ങൾ ഈ വ്യാളി കണ്ടൊന്നും ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ ഈ വ്യാളി കണ്ടൊന്നും ഭയപ്പെടേണ്ടതില്ല. പക്ഷേ നമ്മിലൊരുവൻ അവൻ്റെ കൂട്ടത്തിൽ കൂടിയാൽ, ഈ സമരം എന്ന് നമ്മൾ നിർത്തി സമരത്തിന് പകരം സമരസപ്പെടുന്നതിലേക്ക് തിരിയുന്നുവോ, അപ്പോൾ നാം തീർച്ചയായിട്ടും ഭയപ്പെടേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മുടെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു പുതിയ ഒരു സംസ്കാരത്തിലേക്കെന്ന്, ആകർഷകമായ ഒരു സംസ്കാരത്തിലേക്കെന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നത്, ഈ തിന്മ മാടി വിളിക്കുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ഈ സ്വാതന്ത്ര്യം അത് പഞ്ചസാരയിൽ പൊതിഞ്ഞ പാഷാണമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വികലമായ കാഴ്ചപ്പാടിൽ ഒരു സമൂഹത്തെയും സാമൂഹിക സംവിധാനങ്ങളെയും തന്നെ കെട്ടിപ്പടുക്കുന്നതിലേക്ക് നമ്മുടെ നാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരുപക്ഷെ നമുക്ക് ഓർത്തെടുക്കാവുന്ന ഒരു വചനം, അത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ബാബേൽ ഗോപുരമാണ്. നമുക്കറിയാവുന്ന കഥയാണ് ബാബേൽ ഗോപുരത്തിൻ്റെ കഥ. നോഹയുടെ കാലത്തോടുകൂടി, നോഹയുടെ കുടുംബത്തോടെ ദൈവം ഒരു രണ്ടാമത്തെ ഒരു ആരംഭം കുറിച്ചിരിക്കുകയാണ്. അതിൽ ഷേമിൻ്റെ തലമുറയിലൂടെയാണ് നാഗരികത മുഴുവൻ വളരുന്നത്. എല്ലാ നാഗരികതയുടെയും ഉറവിടം നമ്മൾ 10-ാം അധ്യായത്തിൽ ഷേമിൻ്റെ തലമുറയിൽ കാണുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ ഷേമിൻ്റെ തലമുറ തന്നെയാണ് ഈ ബാബേൽ ഗോപുരവും നിർമ്മിക്കുന്നത്. അവിടെ ഏറെ പ്രധാനപ്പെട്ടത് ഷേം എന്നുള്ള വാക്ക് തന്നെയാണ്. ആ വാക്കിൻ്റെ അർത്ഥം പേര് എന്നാണ്. നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് യഹൂദ സംസ്കാരത്തിൽ വളരെ പ്രാർത്ഥിച്ചൊരുങ്ങി കാരണവന്മാർ പേരിടുന്നത് ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ആ പേരിലൂടെ നിറവേറാനാണ്. എന്നാൽ അവൻ്റെ പേരെന്ന് തന്നെയായിരുന്നു. ഒരുപക്ഷെ ഷേമിലൂടെ വളർന്നു വരുന്ന ഒരു സംസ്കാരം പേര് നിലനിർത്തുന്ന ഒരു സംസ്കാരമായിട്ട് മാറുകയാണ്. സ്വന്തം പേര് നിലനിർത്തുവാൻ അവർ ഒരു നഗരം നിർമ്മിച്ചു. ആ നഗരത്തിൽ ആകാശം മുട്ടുന്നൊരു ഗോപുരം നിർമ്മിക്കാനായിട്ട് അവർ പരിശ്രമിച്ചു. നമുക്കറിയാം, നമ്മുടെ പട്ടണങ്ങളൊക്കെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നാട് അറിയപ്പെടുന്നത് പലപ്പോഴും ചില നഗരങ്ങളുടെ പേരിലാണ്. ഇവിടെ ക്രിക്കറ്റ് കളിയുടെ സമയത്തൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ നഗരങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില യുദ്ധങ്ങൾ ഒക്കെ അങ്ങനെ
വാഷിങ്ടൺ മോസ്കോയെ ശകാരിച്ചു എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ കേൾക്കും. നഗരങ്ങൾ ഈ പേര് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. ഇനി അതിൽ തന്നെ ഒരു ഗോപുരം, ആകാശം മുട്ടുന്നൊരു ഗോപുരം പണിയാൻ വേണ്ടിയാണ് അവർ പരിശ്രമിച്ചത്. നമുക്കൊരു ആകാശം മുട്ടുന്നൊരു ഗോപുരം പണിയാം. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ ആകാശത്തിൻ്റെ മുകളിലാണ്, അവിടെയാണ് ദൈവം വസിക്കുന്നത്. ഈ ആകാശം ഈ ഗോപുരത്തോട് അങ്ങോട്ട് മുട്ടിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ സ്വർഗത്തെ താങ്ങി നിർത്തുന്നത് പിന്നെ ആരാണ്? ഈ ഗോപുരമാണ്. ദൈവത്തെപ്പോലും താങ്ങി നിർത്തുന്ന, ദൈവത്തെപ്പോലും നിയന്ത്രിക്കുന്ന, ദൈവത്തെപ്പോലും തങ്ങളുടെ വരുതിയിൽ വരുത്തുന്ന ഒരു സംസ്കാരത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ പേരാണ് ബാബേൽ എന്നുള്ളത്. നമ്മുടെ ആദിമാതാപിതാക്കന്മാർക്ക് ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. എന്തായിരുന്നു പിശാചിൻ്റെ പ്രലോഭനം? ഹായോട് പറഞ്ഞു, നിങ്ങൾ ഈ പഴം തിന്നാൽ ദൈവത്തെപ്പോലെയാകും. ഈ ദൈവത്തെപ്പോലെയാകാൻ, ദൈവത്തിന് പകരം നിൽക്കാൻ, ദൈവത്തെ നിയന്ത്രണത്തിൽ വരുത്താൻ ഉള്ള പരിശ്രമങ്ങൾക്ക് നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യമെന്ന പേര് കൊടുത്ത് വിളിക്കുകയാണ്. ഈ വികലമായ സ്വാതന്ത്ര്യ സങ്കല്പങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന ആകർഷകമായ വാഗ്ദാനങ്ങൾക്ക് പുറകിൽ നമ്മുടെ മക്കൾ പോവുകയാണ്. നമ്മൾ മദ്യപരെക്കുറിച്ചിട്ടും ലഹരിക്ക് അടിമകളായവരെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടാണല്ലോ തുടങ്ങിയത്. എന്തൊക്കെ വാഗ്ദാനം കിട്ടിയിട്ട് അവരതിലേക്ക് പോയത്? എന്തൊക്കെ സ്വർഗം ലഭിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരതൊക്കെ ഏറ്റെടുത്തത്? ദൈവത്തെപ്പോലെയാകും. ഇവനങ്ങ് ഈ MDMA ഇതിങ്ങ് അല്ലെങ്കിൽ ഇത് അല്പം ഒന്ന് നാവിൻ്റെ അടിയിൽ വെച്ചാൽ പിന്നെ സ്വർഗം എൻ്റെ കൺമുമ്പിലാണ്. അടിമപ്പെടുത്തുകയാണ്. അഭ്യസ്തവിദ്യരുടെ നാടായിട്ടുള്ള കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നത്. സാധാരണ സമൂഹത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കൊക്കെ അപ്പുറത്ത് ചിലർ ദൈവങ്ങളായിട്ട് അവതരിച്ചിട്ട് ഒരു മനുഷ്യനും ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത, യാഥാർത്ഥ്യത്തോട് തൊട്ടു തീണ്ടാത്ത ഏതെങ്കിലുമൊക്കെ ഒരു പദ്ധതി എന്ന് വന്നാൽ അതിൽ ആദ്യം ചാടി വീഴുന്നത് മലയാളിയാണ്. ദൈവത്തോടൊപ്പമാകാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾക്കും അപ്പുറത്ത് വേഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സമൂഹം നമ്മളും ഈ ബാബേലിൻ്റെ വഴിയിലൂടെ പോകുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. ഈ 11-ാം അധ്യായത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വാക്യം നമ്മൾ അവിടെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. മനുഷ്യനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗം ആകാശം മുട്ടാൻ. ദൈവത്തോളം മുട്ടിയെന്ന് വിചാരിക്കുമ്പോൾ ദൈവം പറയാണ്, നമുക്ക് ഇറങ്ങിച്ചെല്ലാം. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ദൈവത്തോളം എപ്പം എത്തിയെന്നും ദൈവത്തിൻ്റെ നിയന്ത്രണ വിധേയമാക്കിയെന്നുമാണ്. ദൈവം അപ്പോഴും മുകളിൽ തന്നെയാണ്. അവൻ ഇറങ്ങി വരികയാണ്, അവനവിടെ ഇടപെടുകയാണ്, ആ തിന്മയുടെ വിഗ്രഹങ്ങളെ നശിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ദൈവത്തിൻ്റെ കീഴിൽ നിൽക്കാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മൾ തുടർന്ന് അബ്രാഹത്തിനെ അവിടെ കാണുന്നുണ്ട്. അബ്രാഹം ദൈവത്തിന് വിധേയനായി സ്വന്തം പേരും പ്രശസ്തിയും തനിക്കുള്ളതും തൻ്റെ കുടുംബവും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് അവൻ പേര് പോലുമില്ലാത്തവനായിട്ട് അവൻ ദൈവം വിളിച്ച വഴിയിലൂടെ കടന്നു വന്നു. എന്താണ് ഫലം? ദൈവം അവനെ വലിയ ജനതയാക്കി. അവനല്ല അവൻ്റെ പേര് അനുഗ്രഹമാക്കി മാറ്റിയത്, ദൈവമാണ് അവനെ അനുഗ്രഹമാക്കി മാറ്റിയത്. പ്രിയമുള്ളവരെ, ദൈവത്തിനു മുമ്പിൽ നമുക്ക് ശൂന്യരായിത്തീരാനും ദാവീദിനെപ്പോലെ ഒന്നുമില്ലാതെ ഏറ്റവും നിസ്സാരനെപ്പോലെ ദൈവത്തിനു മുമ്പിൽ നൃത്തം വയ്ക്കാനും നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന് വേണ്ടി വലിയ ആലയം പണിത സോളമൻ ആ ആലയം
പ്രതിഷ്ഠിക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായവ കൊണ്ടാണ് ഈ ആലയം പണിതത്. എന്നാൽ ദൈവമേ, നിൻ്റെ മഹത്വത്തിന് വന്ന് വസിക്കാൻ ഇത് ഒട്ടും പര്യാപ്തമല്ലെന്ന് ഞാൻ അറിയുന്നു. ഇതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുന്ന, ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയം വിട്ടുകൊടുക്കുന്ന മനുഷ്യൻ്റെ പ്രത്യേകത. എന്നാൽ അതേ സോളമനെ ഏതാനും അധ്യായങ്ങൾ കഴിയുമ്പോൾ നാം കണ്ടുമുട്ടുന്നുണ്ട്. അവിടെ ഈ സോളമൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് പരസ്ത്രീകളുമായി വേഴ്ച നടത്തുന്നു, മറ്റ് ജാതികളിൽ നിന്നുള്ളവരെ വെപ്പാട്ടികളായിട്ട് സ്വീകരിക്കുന്നു. അവന് പോലും അറിയാത്തത്ര നൂറുകണക്കിന് ഭാര്യമാരും, വിവിധ മതങ്ങളിൽ നിന്നുള്ളവർ, വിവിധ ജാതികളിൽ നിന്നുള്ളവർ. അവിടം കൊണ്ടും അവൻ്റെ തിന്മ തീരുന്നില്ല. ദൈവത്തിന് വേണ്ടി ആലയം പണിത സോളമൻ അവൻ്റെ ഈ ഭാര്യമാർക്ക് വേണ്ടി, അവരവരുടെ ദേവന്മാർക്ക് വേണ്ടി പൂജാവിഗ്രഹങ്ങൾ ഒരുക്കി. പ്രിയമുള്ളവരെ, തിന്മയുമായി സമരസപ്പെട്ട് കഴിയുമ്പോൾ, തിന്മയ്ക്ക് വേണ്ടി വിഗ്രഹങ്ങൾ ഒരുക്കാൻ, ഈ രൂപപ്പെടുത്തിയ വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകാതിരിക്കാൻ നമ്മുടെ വിശ്വാസത്തെപ്പോലും ബലി കഴിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന അതിദാരുണമായ ഒരു കാഴ്ച നമ്മളവിടെ കാണുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്നു, അവൻ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദൈവവുമായുള്ള സമാനത പോലും വേണ്ടെന്ന് വെച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ വീണ്ടെടുത്ത രക്ഷകൻ. അവനിലാണ് നമ്മുടെ രക്ഷ, അവനിലാണ് നമ്മുടെ പാപങ്ങൾക്ക് മോചനമെങ്കിൽ അവനിലൂടെ നമുക്ക് വീണ്ടെടുക്കപ്പെടാൻ ഇടവരട്ടെ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിക്ക് പോലും രക്ഷയുണ്ട് എന്ന് കാൽവരിയിലെ കുരിശിൽ അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ വീണവരും തകർന്നവരും, ഈ ലോകത്തിലെ സമൂഹത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് തള്ളപ്പെട്ടവരും അഭിഷിക്തരെന്ന് മുദ്ര കുത്തപ്പെട്ടവരുമായിട്ടുള്ള വ്യക്തികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. റോമ 5:5 പറയുന്നത് പോലെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ പ്രത്യാശയുടെ സുവിശേഷമാണ് നാം തിന്മയ്ക്കെതിരെ പോരാടുമ്പോഴും ഈ തിന്മയിൽ വീണുപോയവരോട് കാരുണ്യം കാണിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. സക്കേവൂസിനോട് ആ കർത്താവ് കാണിച്ച കാരുണ്യം, ഈ ലോകം മുഴുവൻ അവനെ ഏറ്റവും വലിയ പാപിയും ചുങ്കക്കാരനുമായിട്ട് മുദ്ര കുത്തപ്പെട്ടപ്പോഴും അവൻ്റെ ഭവനത്തിൽ വന്ന് വസിച്ചു, വിരുന്നാസ്വദിച്ചു, സക്കേവൂസിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഒരുപക്ഷെ നമ്മൾ കണ്ടുമുട്ടുന്ന ഇത്തരത്തിലുള്ള വിവിധങ്ങളായ അഡിക്ഷനിൽപ്പെട്ടിട്ടുള്ളവർ, തിന്മകളിൽപ്പെട്ടിട്ടുള്ളവർ, ഞാനൊന്നും ഒരിക്കലും ഇനി നേരെയാകാൻ പോകുന്നില്ല, എനിക്കൊന്നും ഇനി ഒരു രക്ഷയുമില്ല, എൻ്റെ ജീവിതം നശിച്ചു എന്ന് സ്വയം മനസ്സിൽ ശപിക്കുന്നവരായിരിക്കും. അപ്പോഴായിരിക്കും കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളിയും ഇത് തന്നെ പറയുന്നത്. നിങ്ങൾ കാരണം ഞാൻ നശിച്ചു, എൻ്റെ കുടുംബം നശിച്ചു എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. ഏറ്റവും വലിയ പാപിക്ക് പോലും, ഏറ്റവും വലിയ തിന്മയുടെ കരാളഹസ്തത്തിൽപ്പെട്ടിരിക്കുന്നവന് പോലും രക്ഷയ്ക്ക് അവകാശമുണ്ട്. അത് അവൻ്റെ അവകാശമാണ്. യേശുക്രിസ്തു അവന് വേണ്ടി കാൽവരിയിൽ നേടിയെടുത്തിട്ടുള്ള അവകാശമാണ് എന്ന് തിരിച്ചറിയുകയാണ്. ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. പക്ഷെ കർത്താവിൻ്റെ ഒരു വാക്ക്, അവൻ്റെ ഒരു പരിഗണന, അതിലവൾ രക്ഷിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, എന്തുമാത്രം ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്. ആ 38 വർഷമായിട്ട് ബെത്സയിദ കുളത്തിനരികിൽ കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ, അവൻ ചോദിച്ചിട്ടല്ല, ഈശോ അവൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, നിനക്ക് സൗഖ്യപ്പെടണ്ടേ? അവൻ്റെ മറുപടി ചോദ്യത്തിനുള്ള മറുപടി ആയിരുന്നില്ല. അവൻ പറഞ്ഞത് ഒരു പരാതിയാണ്. കുളത്തിലിറക്കാൻ എനിക്കാരുമില്ല, ദൈവമാണ് സുഖപ്പെടുത്തുന്നത് എന്ന് പോലും അവൻ മറന്നുപോയി. അവൻ അവിടെ വേരുറച്ചു പോയി.
അവൻ്റെ പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ആണ് കർത്താവ് പറയുന്നത്, നിനക്ക് സൗഖ്യപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഈ ഒരു പ്രത്യാശയുടെ സന്ദേശമാണ് നമ്മുടെ എല്ലാ ഇത്തരത്തിലുള്ള ശുശ്രൂഷ രംഗങ്ങളും ഈ പാവപ്പെട്ട മനുഷ്യർക്കൊക്കെ നൽകുന്നത്. അവരാരും ശപിക്കപ്പെട്ടവരല്ല, അവരെല്ലാവരും ദൈവത്തിനേറെ പ്രിയപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ തന്നെ മുഖം പേറുന്നവരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി. കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്നും കർത്താവിൻ്റെ സൗഖ്യം ഇതാ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് സമീപസ്ഥമാണ് എന്നും ഏറ്റുപറയുന്ന ആ ഒരു സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ. നഷ്ടപ്പെട്ടു പോയ മകനെ കാത്തിരിക്കുന്ന ഒരപ്പനാണ് നമുക്കുള്ളത്. സ്വർഗസ്ഥനായ പിതാവ്, ആ അപ്പൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയവരുടെ അടുത്തേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാനും അവരെയൊക്കെ ഈ സാന്ത്വന തീരത്ത് അണയ്ക്കുവാനും നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നമുക്ക് നിരന്തരം കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം, മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ 1 or 2 പേരെ ഇത്തരത്തിലുള്ളവരെ, നമ്മുടെ അറിവിൽപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഞങ്ങളെക്കൊണ്ട് അവർ പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ഈശോയെ, മദ്യപാനത്തിന് അടിപ്പെട്ട എല്ലാവരെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മനസ്സിലുള്ളവരെയും നീ സൗഖ്യപ്പെടുത്തണമേ. മനസ്സിലുള്ള എന്താണെന്നുള്ളത് അപ്പനും അമ്മയ്ക്ക് അറിയുള്ളൂ. പക്ഷേ അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ മക്കളെ പരിശീലിപ്പിക്കുക. തീർച്ചയായിട്ടും കർത്താവ് നമ്മിലൂടെ ഒരു പുതിയ സമൂഹത്തെ, ഈ സാമൂഹിക തിന്മകളിൽ നിന്ന് വിമുക്തരായിട്ടുള്ളൊരു സമൂഹത്തെ നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. ഈ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒത്തിരി നേരം നിങ്ങൾ എന്നെ ക്ഷമയോടുകൂടെ ശ്രവിച്ചിരുന്നു. ഈ സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ സഭയുടെ ഈ സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും, ഒരുപക്ഷെ എല്ലാ സഭകൾക്കും ഒരുമിച്ച് അണിചേർന്ന് ഒരേ മനസ്സോടുകൂടെ മുന്നോട്ട് പോകാൻ ദൈവം ഇടവരുത്തട്ടെ. നമ്മുടെ കുടുംബങ്ങൾ ഈ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേരുന്ന പുതിയ പടയണികൾക്ക് രൂപം നൽകാൻ കർത്താവ് കൃപ നൽകട്ടെ. നമ്മുടെ സമൂഹത്തിനും സാമൂഹിക സംവിധാനങ്ങളിലും ഇന്ന് ചെറുതും വലുതുമായിട്ട് കടന്നുകൂടുന്ന എല്ലാ വിഷലിപ്തമായിട്ടുള്ള പ്രവണതകളെയും ചെറുത്തു തോൽപ്പിക്കാൻ കർത്താവിൻ്റെ കുരിശിലെ രക്ഷയുടെ കൃപ തന്നെ നമുക്ക് ഇടവരുത്തട്ടെ. അതിന് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.